എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കുന്നത്? ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായി കേൾക്കുക, അവരുടെ ഡീപ്പറായിട്ടുള്ള കാര്യങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണേ മനസ്സിലാക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ. പക്ഷെ പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ കാണുന്ന ഒരു കാര്യമാണ് പാസീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വേർഡ്സ് മാത്രമല്ല അവിടെ മുന്നോട്ട് വരുന്നത്. നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവും, ടോൺ ഉണ്ടാവും, നമ്മുടെ നോൺ വെർബൽ ആയിട്ടുള്ള ഗെസ്റ്റേഴ്സ് ഉണ്ടാവും, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജസ്റ്റ് പറയുന്ന ആ വേർഡ്സിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പം അതിൻ്റെ ബാക്കിൽ ഒരുപാട് മീനിങ്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്ന പല സാധനങ്ങളും നമ്മൾ മിസ് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് പിന്നെ ലീഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും കോൺഫ്ലിക്റ്റിലേക്കും റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫേസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്.